സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന ആഗ്രഹമുണ്ടായിട്ടും സമയം വന്നപ്പോൾ നിശബ്ദനായി നിൽക്കുകയോ അല്ലെങ്കിൽ പറയരുതാത്തത് പറയുകയോ ചെയ്ത അവസരങ്ങളുണ്ടായിട്ടുണ്ടോ? അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് രാത്രി മുഴുവൻ ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇതെല്ലാവരുടെയും പ്രശ്നമാണ്. വിദ്യാലയങ്ങളിലും ഓഫീസുകളിലും ബന്ധങ്ങളിലും എന്തിനേറെ പറയുന്നു, സമൂഹമാധ്യമങ്ങളിൽ പോലും ഇതാണവസ്ഥ. വ്യത്യാസം ഇത്രമാത്രം: ചിലർ സംസാരിക്കാൻ പഠിക്കുന്നു, ബാക്കിയുള്ളവർ കേൾക്കാൻ മാത്രം വിധിക്കപ്പെടുന്നു. എന്നാൽ ഇനി അങ്ങനെയല്ല. നിങ്ങളുടെ ആശയവിനിമയ ശേഷിക്ക് മാറ്റുകൂട്ടുന്ന 10 മനഃശാസ്ത്രപരമായ തന്ത്രങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. സംസാരിക്കാനുള്ള കഴിവ് ഒരു മാന്ത്രികതയിൽ കുറഞ്ഞൊന്നുമല്ല. അത് നിങ്ങളുടെ ആത്മവിശ്വാസം കാണിക്കുക മാത്രമല്ല, ആളുകൾ നിങ്ങളെ ഗൗരവമായി എടുക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. ഈ മാന്ത്രികത മനസ്സിലാക്കാൻ ബുദ്ധിപൂർവ്വം സംസാരിക്കാൻ പഠിക്കേണ്ടതും അത്യാവശ്യമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ളതുപോലെ ഇന്നും പ്രസക്തമായ നയങ്ങളുള്ള ചാണക്യൻ പറയുന്നത്, വാക്കുകൾ ബന്ധങ്ങൾ സ്ഥാപിക്കുകയോ തകർക്കുകയോ ചെയ്യുന്ന ഒന്നാണ് എന്നാണ്. സമയത്തിനും സാഹചര്യത്തിനുമനുസരിച്ച് സംസാരിക്കാൻ പഠിച്ചാൽ ഏത് സാഹചര്യത്തെയും തനിക്ക് അനുകൂലമാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. കാരണം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നഷ്ടം സഹിക്കുന്നത് അമിതമായ നിഷ്കളങ്കതയുള്ളവരാണ്. ഇല്ല എന്ന് പറയാൻ കഴിയാത്തവർ, എപ്പോഴും നിശബ്ദരായിരിക്കുന്നവർ, എല്ലാവരെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ. അവരെയാണ് ആളുകൾ ആദ്യം മുതലെടുക്കുന്നത്. കാട്ടിൽ നേരെ നിൽക്കുന്ന മരങ്ങൾ ആദ്യം വെട്ടപ്പെടുന്നതുപോലെ ജീവിതത്തിലും നേരായ ആളുകളാണ് ആദ്യം ചൂഷണം ചെയ്യപ്പെടുന്നത്. നേരായ മരങ്ങളും നേരായ മനുഷ്യരുമാണ് ആദ്യം വെട്ടപ്പെടുക എന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് ഇന്നും സത്യമാണ്. സുഹൃത്തുക്കളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. വളരെ ആകർഷകനായ നല്ല വസ്ത്രം ധരിച്ച ഒരാളെ നിങ്ങൾ കണ്ടുമുട്ടുന്നു. ആദ്യ കാഴ്ചയിൽ അയാൾ വളരെ മികച്ചതായി തോന്നും. എന്നാൽ അയാൾ സംസാരിക്കാൻ തുടങ്ങുന്ന നിമിഷം ആ നല്ല മതിപ്പെല്ലാം ഇല്ലാതാകുന്നു. കാരണം ഒരാളുടെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടുന്നത് അയാളുടെ സംസാര രീതിയിലൂടെയാണ്. നിങ്ങൾ എത്ര ബുദ്ധിമാനായാലും കാഴ്ചയിൽ എത്ര സുന്ദരനായാലും ശരി, നന്നായി സംസാരിക്കാൻ അറിയില്ലെങ്കിൽ ആളുകൾ നിങ്ങളിൽ നിന്ന് അകലും. അറിവും അനുഭവസമ്പത്തുമുണ്ടായിട്ടും സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കാൻ കഴിയാത്ത നിരവധി ആളുകൾ ഈ ലോകത്തുണ്ട്. സംസാരിക്കാൻ അറിയാത്ത ഒരു നവജാത ശിശുവിനെ പോലെയാണ് അവരുടെ അവസ്ഥ. അവർക്ക് വാക്കുകളോ രീതികളോ അറിയില്ല. ഇതുവഴി പല പ്രധാന അവസരങ്ങളിലും അവർ തങ്ങളുടെ മതിപ്പ് നശിപ്പിക്കുകയും പിന്നീട് സങ്കടപ്പെടുകയും ചെയ്യുന്നു. ഒരു തൊഴിൽ അഭിമുഖമാകട്ടെ, കച്ചവട ഇടപാടാകട്ടെ, അപരിചിതനായ ഒരാളെ ആദ്യമായി കണ്ടുമുട്ടുന്നതാകട്ടെ, നിങ്ങളുടെ വാക്കുകൾ ശരിയായ രീതിയിലും ആത്മവിശ്വാസത്തോടെയും ബുദ്ധിപൂർവ്വവും അവതരിപ്പിക്കാനുള്ള കല നിങ്ങൾക്കറിയാമെങ്കിൽ ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് നിയന്ത്രണം നേടാനാകും. ഈ കഴിവ് ആളുകളെ ആകർഷിക്കുക മാത്രമല്ല, നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. സംസാരിക്കാൻ അറിയാത്തവനെ ലോകം ഒരിക്കലും ഗൗരവമായി എടുക്കില്ലെന്ന് ചാണക്യൻ പറഞ്ഞിരുന്നു. അതുകൊണ്ടുതന്നെ വാക്കുകളുടെ തിരഞ്ഞെടുപ്പിലും സംസാരിക്കുന്ന സമയത്തിലും പെരുമാറ്റത്തിലും ബുദ്ധി കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ കൃത്രിമത്വം കാണിക്കേണ്ടതില്ല എന്നതാണ്. കേൾക്കുന്നയാൾ വിഡ്ഢിയല്ല. നിങ്ങൾ യഥാർത്ഥമാണോ അതോ അഭിനയിക്കുകയാണോ എന്ന് അയാൾക്ക് വേഗത്തിൽ മനസ്സിലാകും. ലോകത്തിലെ ഏറ്റവും മികച്ച പ്രഭാഷകർ ഇത്രത്തോളം വിശ്വാസ്യതയും ആകർഷണീയതയും പുലർത്തുന്നത് അവർ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ളവരാണോ അങ്ങനെ തന്നെ സ്വയം അവതരിപ്പിക്കുന്നതുകൊണ്ടാണ്. അവരുടെ ശബ്ദത്തിൽ തനിമയുണ്ട്, അവരുടെ വാക്കുകൾ ഹൃദയത്തിൽ സ്പർശിക്കുന്നു. അതിനാൽ ഏത് സാഹചര്യത്തിലും ബുദ്ധിപൂർവ്വം സംസാരിക്കാനും ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനും ദീർഘകാലം നിലനിൽക്കുന്ന ഒരു മതിപ്പ് സൃഷ്ടിക്കാനും നിങ്ങളെ പഠിപ്പിക്കുന്ന ആ 10 തന്ത്രങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. തന്ത്രം 1: ആളുകൾ നിങ്ങളെ വിലകുറച്ച് കാണാതിരിക്കാൻ നിങ്ങളുടെ വാക്കുകൾക്ക് ഗാംഭീര്യം നൽകുക. ആളുകൾ നിങ്ങളെ ഗൗരവമായി എടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങളെത്തന്നെ ഗൗരവമായി കാണാൻ തുടങ്ങുക. ഇത് വളരെ ചെറിയ കാര്യമായി തോന്നാം, പക്ഷേ ഇതാണ് ഏറ്റവും വലിയ തന്ത്രം. നിങ്ങൾ വാക്കുകൾക്ക് വില നൽകുമ്പോൾ മാത്രമേ ലോകവും നിങ്ങൾക്ക് വില നൽകുകയുള്ളൂ. നിങ്ങൾ എപ്പോഴും വളച്ചൊടിച്ച് സംസാരിക്കുകയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ വീണുപോകുകയും അല്ലെങ്കിൽ എപ്പോഴും പറഞ്ഞ വാക്കിൽ നിന്ന് പിന്മാറുകയും ചെയ്താൽ ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണാൻ തുടങ്ങുമെന്ന് ഉറപ്പാണ്. സ്വയം ബഹുമാനിക്കാത്തവനെ മറ്റാരും ബഹുമാനിക്കില്ലെന്ന് ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളിൽ വ്യക്തതയും ആത്മവിശ്വാസവും ഉറച്ച നിലപാടും പ്രതിഫലിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് പ്രായം കുറവാണെങ്കിലും സ്ഥാനമോ അനുഭവപരിചയമോ ഇല്ലെങ്കിലും നിങ്ങളുടെ വാക്കുകൾ ഉറപ്പോടെയും പക്വതയോടെയും അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ അത്ര പെട്ടെന്ന് ഇളകുന്ന ആളല്ലെന്ന് കേൾക്കുന്നയാൾക്ക് ഉടൻ മനസ്സിലാകും. വാക്കുകളുടെ തിരഞ്ഞെടുപ്പ്, ശബ്ദത്തിന്റെ ശൈലി, ശരീരഭാഷ എന്നിവയെല്ലാം നിങ്ങളുടെ വാക്കുകളുടെ സ്വാധീനം എത്രത്തോളം ആഴത്തിലുള്ളതായിരിക്കുമെന്ന് നിർണ്ണയിക്കുന്നു. സംസാരിക്കാൻ വേണ്ടി മാത്രം സംസാരിക്കുന്നു എന്ന് തോന്നിപ്പിക്കരുത്. നിങ്ങളുടെ ഓരോ വാക്കും കേൾക്കുമ്പോൾ ഈ വ്യക്തിക്ക് താൻ എന്താണ് പറയുന്നതെന്ന് വ്യക്തമായി അറിയാമെന്ന് മറ്റുള്ളവർക്ക് തോന്നണം. നിങ്ങളെ നിസ്സാരമായി കാണാൻ ആർക്കും അവസരം നൽകരുത്. നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു എന്നതാണ് ആളുകൾ നിങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുമെന്ന് തീരുമാനിക്കുന്നത്. പ്രായം കുറവാണെങ്കിലും പക്വതയും ശക്തിയും കാണിക്കാൻ കഴിയും. നിങ്ങളുടെ വാക്കുകളിൽ ഉറപ്പുണ്ടാകണം എന്ന് മാത്രം.
ഒരു യോഗത്തിലായാലും സൗഹൃദ സംഭാഷണത്തിലായാലും സമൂഹമാധ്യമങ്ങളിലായാലും എപ്പോഴും നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കുക. നിങ്ങൾ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിലാണെന്നോ എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നതെന്നോ തോന്നരുത്. സ്വന്തം വാക്കുകൾക്ക് ശക്തി പകർന്നുകൊണ്ട് നിങ്ങളെ വിലകുറച്ച് കാണാനുള്ള ധൈര്യം ആർക്കും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളെ, ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കൂടാതെ ഞാനൊരു ബുദ്ധിമാനാണ് എന്ന് താഴെ കുറിക്കുക. കാരണം നമ്മൾ എന്താണോ പറയുന്നത് അത് തന്നെയായി നമ്മൾ മാറുന്നു. ആ കാര്യം എഴുതിവെച്ചാൽ അത് നിങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കും. തന്ത്രം 2. കണ്ണുകൾ കൊണ്ടുള്ള ആശയവിനിമയം. കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്നതും ഒരു കലയാണ്. ബുദ്ധിപൂർവ്വം സംസാരിക്കുക എന്നാൽ വാക്കുകൾ കൊണ്ട് കളിക്കുക എന്നത് മാത്രമല്ല, ശരീരഭാഷ ഉപയോഗിക്കുക കൂടിയാണ്. അതിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തുന്നത് നിങ്ങളുടെ കണ്ണുകളുടെ ഉപയോഗമാണ്. നിങ്ങൾ ഒരാളോട് സംസാരിക്കുകയാണെന്ന് കരുതുക. പക്ഷേ അവരുടെ നോട്ടം നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുന്നതിനുപകരം മൊബൈൽ ഫോണിലേക്കോ ഭിത്തിയിലേക്കോ ഘടികാരത്തിലേക്കോ മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് കാണുമ്പോൾ നിങ്ങൾക്കെന്തു തോന്നും? നിങ്ങൾക്കോ നിങ്ങളുടെ വാക്കുകൾക്കോ അവർ യാതൊരു താൽപ്പര്യവും നൽകുന്നില്ല എന്ന് തന്നെയായിരിക്കും. ഈ തെറ്റ് പലരും സ്വയം ചെയ്യാറുണ്ട്. സംസാരിക്കുമ്പോൾ നിങ്ങൾ മറ്റൊരാളുടെ കണ്ണുകളിലേക്ക് നോക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എത്ര നല്ല കാര്യം പറഞ്ഞാലും നിങ്ങളുടെ വാക്കുകളുടെ സ്വാധീനം പകുതിയായി കുറയും. സമ്പർക്കം പുലർത്തുകയാണെങ്കിൽ അത് ദൃഢമായിരിക്കണമെന്നും അല്ലെങ്കിൽ മൗനമാണ് നല്ലതെന്നും ആചാര്യ ചാണക്യൻ പറഞ്ഞിരുന്നു. അതായത്, നിങ്ങൾ ആരോടെങ്കിലും സംവദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയും സാന്നിധ്യവും അതിൽ വ്യക്തമായി കാണണം. ആശയവിനിമയ സമയത്ത് സ്വാഭാവികമായ രീതിയിൽ മറ്റൊരാളുടെ കണ്ണുകളിലേക്ക് നോക്കുക എന്നതാണ് ഇതിനർത്ഥം. തുറിച്ചു നോക്കുന്നതുപോലെ അമിതമാകരുത്, അതുപോലെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്ന രീതിയിൽ കുറയുകയുമരുത്. സമതുലിതമായ ഒരു നോട്ടം നിങ്ങൾ അവരുടെ വാക്കുകൾ കേൾക്കുകയും മനസ്സിലാക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നുവെന്ന് കേൾക്കുന്നയാൾക്ക് തോന്നലുണ്ടാക്കും. സംഭാഷണത്തിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചിന്തിക്കേണ്ടി വരികയോ മറ്റൊരു ദിശയിലേക്ക് നോക്കേണ്ടി വരികയോ ചെയ്താൽ ആ ചലനം സാവധാനത്തിലായിരിക്കണം. നിങ്ങൾ സംഭാഷണത്തിൽ നിന്ന് ഒളിച്ചോടുകയാണെന്നോ നിങ്ങൾക്ക് വിരസത തോന്നുന്നുവെന്നോ തോന്നിപ്പിക്കരുത്. ഓർക്കുക, നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ കണ്ണുകളിൽ നോക്കി സംസാരിക്കുമ്പോൾ കേൾക്കുന്നയാൾ നിങ്ങളുടെ വാക്കുകൾക്കൊപ്പം നിങ്ങളുടെ ഉദ്ദേശ്യങ്ങളും മനസ്സിലാക്കുന്നു. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ, അതൊരു സുഹൃത്തോ മേലധികാരിയോ ഇടപാടുകാരനോ അല്ലെങ്കിൽ അപരിചിതനോ ആകട്ടെ, നിങ്ങളുടെ വാക്കുകളിൽ കാണിക്കുന്ന അതേ ബുദ്ധിയും വിവേകവും കണ്ണുകളിലൂടെയും പ്രകടിപ്പിക്കുക. കാരണം ആത്മാർത്ഥവും ആത്മവിശ്വാസവുമുള്ള ഒരു നോട്ടത്തിന് സംസാരിക്കാതെ തന്നെ നിങ്ങളുടെ വാക്കുകളെ ഫലപ്രദമാക്കാൻ കഴിയും. തന്ത്രം 3. മറ്റൊരാളുടെ ദൗർബല്യം മനസ്സിലാക്കുക. അവിടെ നിന്നാണ് ബന്ധവും സ്വാധീനവും തുടങ്ങുന്നത്. ബുദ്ധിപൂർവ്വം സംസാരിക്കുന്നതിന്റെ ഏറ്റവും വലിയ രഹസ്യം നിങ്ങൾ മറ്റൊരാളെ കേൾക്കുക മാത്രമല്ല, അവരെ ഉൾക്കൊള്ളുകയും വേണം എന്നതാണ്. ഓരോ മനുഷ്യനും പുറമെ എത്ര ശക്തനും ആത്മവിശ്വാസമുള്ളവനുമായി തോന്നിയാലും അവന്റെ ഉള്ളിൽ തകർന്ന എന്തെങ്കിലും ഉണ്ടാകും. അവനെ എപ്പോഴും അലട്ടുന്ന ഒരു അപൂർണമായ കഥയോ ഭയമോ ദൗർബല്യമോ കാണും. ആ ദൗർബല്യം തിരിച്ചറിയുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ശത്രുവിനെ പരാജയപ്പെടുത്തുന്നതിനു മുമ്പ് അവന്റെ ദൗർബല്യം അറിയുക എന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതേ തത്വം ബന്ധങ്ങളിൽ പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരാളെ കീഴടക്കാൻ കഴിയില്ല, മറിച്ച് അവരുടെ ഹൃദയം കീഴടക്കാൻ കഴിയും. നിങ്ങൾ ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ വാക്കുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്, മറിച്ച് ആ വാക്കുകൾ ഏത് വേദനയിൽ നിന്നോ ഭയത്തിൽ നിന്നോ ആണ് വന്നതെന്ന് അറിയാൻ ശ്രമിക്കുക. ഒരാൾ എപ്പോഴും പണത്തെക്കുറിച്ച് സംസാരിക്കുന്നുവെങ്കിൽ അയാളുടെ ദൗർബല്യം പണം മാത്രമല്ല, അതിനു പിന്നിൽ മറഞ്ഞിരിക്കുന്ന അരക്ഷിതാവസ്ഥയും ഭാവിയെക്കുറിച്ചുള്ള ഭയവുമാണ്. ഒരാൾ എപ്പോഴും പ്രശംസ കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾക്ക് കുട്ടിക്കാലത്ത് അംഗീകാരം ലഭിച്ചിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ ഇപ്പോഴും അയാൾക്ക് തന്നിൽ തന്നെ വിശ്വാസമില്ലായിരിക്കാം. ഒരാളുടെ ദൗർബല്യം മനസ്സിലാക്കി ആ തലത്തിൽ നിന്ന് അവരുമായി ആശയവിനിമയം ആരംഭിക്കുമ്പോൾ അവർ നിങ്ങളെ വെറുമൊരു കേൾവിക്കാരനായിട്ടല്ല, മറിച്ച് ഒരു സഹാനുഭൂതിയുള്ളവനായി കാണുന്നു. ഒരു സാധാരണ സംഭാഷണം ഫലപ്രദമായ ആശയവിനിമയമായി മാറുന്നത് ആ നിമിഷത്തിലാണ്. ദീർഘകാലം നിലനിൽക്കുന്ന ഒരു ബന്ധം അവിടെ രൂപപ്പെടുന്നു. ഒരാളുടെ ദൗർബല്യം മനസ്സിലാക്കുന്നത് ബുദ്ധിയാണെങ്കിലും അത് ഒരു ആയുധമാക്കുന്നത് ചതിയാണെന്നോർക്കുക. ഈ ദൗർബല്യങ്ങളെ മുതലെടുക്കാനല്ല, മറിച്ച് വിവേകത്തോടെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കാനാണ് ചാണക്യനീതി നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ മറ്റൊരാളുടെ മനുഷ്യത്വത്തെ കണ്ട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് തനിയെ ശക്തി ലഭിക്കും. ആ വ്യക്തി നിങ്ങളെ സഹായിക്കാൻ തുടങ്ങും. നിങ്ങളുടെ വാക്കുകൾ കേൾക്കുകയും നിങ്ങളോട് ചേർന്നു നിൽക്കുകയും ചെയ്യും. ലോകം അവനെ അവഗണിച്ചപ്പോൾ നിങ്ങൾ അവനെ മനസ്സിലാക്കി എന്നതുകൊണ്ട് മാത്രം. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന വികാരങ്ങളെ തിരിച്ചറിയാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ മറ്റൊരാളുടെ ശക്തിയല്ല, മനുഷ്യത്വത്തെ തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥവും സ്വാധീനമുള്ളതുമായ സംഭാഷണം തുടങ്ങുന്നത്. തന്ത്രം 4. തനിമ നിലനിർത്തുക. കാരണം ലോകം കൃത്രിമത്വത്തെ വേഗത്തിൽ തിരിച്ചറിയും. നിങ്ങൾക്ക് പരിചയമുള്ള ഒരാൾ ശബ്ദത്തിന്റെ ശൈലി മാറ്റുകയോ ആകർഷകമാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും.
എല്ലാവർക്കും ഇത് സംഭവിക്കാം. നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക എന്നതാണ് ബുദ്ധിപൂർവം സംസാരിക്കുന്നതിന്റെ ഏറ്റവും വലിയ മന്ത്രം. ആകർഷകമാവണമെങ്കിൽ പൂർണ്ണമായും മാറണമെന്നും ശബ്ദം മികച്ചതാക്കണമെന്നും അനാവശ്യമായി ഇംഗ്ലീഷ് ഉപയോഗിക്കണമെന്നും അല്ലെങ്കിൽ ഒരു പ്രശസ്ത വ്യക്തിയെപ്പോലെ സംസാരിക്കണമെന്നും പലരും കരുതുന്നു. എന്നാൽ അവിടെയാണ് അവർക്ക് വലിയ തെറ്റുപറ്റുന്നത്. കാരണം കേൾക്കുന്നയാൾ വിഡ്ഢിയല്ല. നിങ്ങൾ യഥാർത്ഥമാണോ അതോ അഭിനയിക്കുകയാണോ എന്ന് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങൾ കൃത്രിമത്വം കാണിക്കുന്നുവെന്ന് ആരെങ്കിലും മനസ്സിലാക്കിയാൽ നിങ്ങളുടെ വാക്കുകളുടെ സ്വാധീനം അവിടെ അവസാനിക്കും. ഒരു വ്യക്തിയുടെ പെരുമാറ്റമാണ് അയാളുടെ യഥാർത്ഥ വ്യക്തിത്വം, അല്ലാതെ വാക്കുകളുടെ പ്രകടനമല്ല എന്ന് ആചാര്യ ചാണക്യനും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ളവരാണോ അങ്ങനെ തന്നെ യാതൊരു മുഖംമൂടിയുമില്ലാതെ സ്വയം അവതരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളിൽ വേറിട്ടൊരു ആത്മവിശ്വാസവും സത്യസന്ധതയും പ്രതിഫലിക്കും. ഒരു പ്രശസ്ത നടന്റെ ഗാംഭീര്യമുള്ള ശബ്ദം അനുകരിക്കാൻ മറ്റൊരു നടൻ ശ്രമിക്കുന്നതുപോലെയോ അല്ലെങ്കിൽ ശാന്തമായി സംസാരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് കാണാപാഠം പഠിച്ച കാര്യങ്ങൾ വേഗത്തിൽ പറയാൻ തുടങ്ങുന്നതുപോലെയോ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് അത് വിചിത്രമായി തോന്നില്ലേ? എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നും. മറ്റൊരാളെ ആകർഷിക്കാൻ വേണ്ടി നിങ്ങളുടെ തനിമ നഷ്ടപ്പെടുത്തുമ്പോഴും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. പകർത്തിയ ശൈലിയേക്കാൾ സ്ഥിരതയും തനിമയുമാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ സ്വന്തം ശബ്ദം, അത് ഗാംഭീര്യമുള്ളതോ മൃദുലമായതോ പതുക്കെയുള്ളതോ ആകട്ടെ, അതാണ് നിങ്ങളുടെ വ്യക്തിത്വം. നിങ്ങളുടെ സംസാര വേഗത, ഭാവങ്ങൾ, വാക്കുകളുടെ തിരഞ്ഞെടുപ്പ് ഇവയെല്ലാം ചേർന്നാണ് നിങ്ങളെ നിങ്ങളാക്കുന്നത്. ഈ സവിശേഷതയെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയൂ. അതിനാൽ കൃത്രിമമായ ശൈലികൾ, അനാവശ്യമായ ഭാഷാപ്രയോഗങ്ങൾ അല്ലെങ്കിൽ മറ്റൊരാളെ പകർത്തൽ എന്നിവ ഒഴിവാക്കി നിങ്ങളുടെ സ്വന്തം ഭാഷയും ശൈലിയും സ്വഭാവവും മെച്ചപ്പെടുത്തുക. ശബ്ദത്തിന് ഗാംഭീര്യം വരുത്തണമെങ്കിൽ അത് നിങ്ങളുടെ സത്യസന്ധതയിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയും കൊണ്ടുവരിക, അല്ലാതെ മറ്റൊരാളുടെ അഭിനയത്തിലൂടെയല്ല. നിങ്ങൾ അഭിനയിക്കുകയല്ല, മറിച്ച് യഥാർത്ഥമാണെന്ന് തോന്നുമ്പോൾ മാത്രമേ മറ്റൊരാൾ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കൂ. അതിനാൽ ഓർക്കുക, ബുദ്ധിപൂർവം സംസാരിക്കുക എന്നതിനർത്ഥം നിങ്ങൾ ഉള്ളതുപോലെ കാണിക്കുക എന്നല്ല, മറിച്ച് നിങ്ങൾ ഉള്ളതുപോലെ സംസാരിക്കാൻ ധൈര്യം കാണിക്കുക എന്നതാണ്. തന്ത്രം 5. നിശബ്ദത പാലിക്കുന്നതും ഒരു തന്ത്രമാണ്. എല്ലാം വിളിച്ചു പറയുന്നത് ബുദ്ധിയല്ല. സംസാരിക്കുന്നതിനുള്ള കല കേവലം സംസാരത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ചിലപ്പോൾ ഏറ്റവും വലിയ വിവേകം ശരിയായ സമയത്ത് നിശബ്ദത പാലിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയേണ്ടതില്ലെന്നും എല്ലാ അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കേണ്ടതില്ലെന്നും എല്ലാ സാഹചര്യങ്ങളിലും പ്രതികരിക്കേണ്ടതില്ലെന്നും ഇന്നത്തെ കാലത്ത് നാം മറന്നുപോകുന്നു. എപ്പോൾ സംസാരിക്കണമെന്നറിയുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. എന്നാൽ അതിലുപരിയായി എപ്പോൾ സംസാരിക്കരുതെന്നും അവനറിയാം. നമ്മളിൽ പലരും ഒന്നും ചിന്തിക്കാതെ മനസ്സിലുള്ളത് അപ്പാടെ വിളിച്ചു പറയുന്നവരാണ്. അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് പശ്ചാത്തപിക്കുകയും ചെയ്യും. ഈ നഷ്ടം വാക്കുകളുടേത് മാത്രമല്ല, പലപ്പോഴും ബന്ധങ്ങൾ തകരുന്നു, അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. ഇത് നിങ്ങളുടെ സൽപ്പേരിനെയും ബാധിക്കുന്നു. ചോദിക്കാതെ ഉപദേശം നൽകുന്നതും ചിന്തിക്കാതെ സംസാരിക്കുന്നതുമാണ് ഒരു വിഡ്ഢിയുടെ ലക്ഷണം എന്ന് ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ആഴത്തിലുള്ള ചിന്തയാണ്. ഇതിനർത്ഥം നിങ്ങൾ മിണ്ടാതിരിക്കണമെന്നല്ല, മറിച്ച് നിങ്ങളുടെ വാക്കുകളുടെ മൂല്യം നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ്. എല്ലാ സത്യങ്ങളും എല്ലാവരുടെയും മുന്നിൽ പറയാനുള്ളതല്ല. എല്ലാ കാര്യങ്ങളും എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും പറയേണ്ടതുമല്ല. ചിലപ്പോൾ നിങ്ങളുടെ നിശബ്ദതയാണ് നിങ്ങളെ വ്യത്യസ്തനും ബുദ്ധിമാനുമാക്കുന്ന ശക്തി. നിങ്ങൾ ഒരാളോട് സംസാരിക്കുകയാണെന്ന് സങ്കൽപ്പിക്കുക. അയാൾക്ക് തന്റെ സങ്കടങ്ങൾ ഇറക്കിവെക്കാൻ ഒന്ന് സംസാരിക്കണം. അയാൾ വന്നത് നിങ്ങളെ കേൾപ്പിക്കാനാണ്, അല്ലാതെ നിങ്ങളുടെ വിലയിരുത്തലുകൾ കേൾക്കാനല്ല. എന്നാൽ നിങ്ങൾ ഓരോ തവണയും അയാളെ തിരുത്താനും ഉപദേശിക്കാനും തുടങ്ങിയാൽ അടുത്ത തവണ അയാൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഒഴിവാക്കിയേക്കാം. നിശബ്ദത പാലിക്കുന്നത് ഒരു ബലഹീനതയല്ല, മറിച്ച് അത് ഏറ്റവും വലിയ ആത്മനിയന്ത്രണമാണ്. നിങ്ങളുടെ വാക്കുകളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ ആ വാക്കുകളുടെ മൂല്യം വർദ്ധിക്കുന്നു. അത്തരമൊരു വ്യക്തി സംസാരിക്കുമ്പോൾ ആളുകൾ അത് ശ്രദ്ധയോടെ കേൾക്കുന്നു. കാരണം അവൻ കാരണമില്ലാതെ സംസാരിക്കില്ലെന്ന് അവർക്കറിയാം. അതിനാൽ അടുത്ത തവണ നിങ്ങളൊരു സംഭാഷണത്തിലേർപ്പെടുമ്പോൾ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക. ഈ നിമിഷത്തിൽ സംസാരിക്കേണ്ടത് അത്യാവശ്യമാണോ അതോ മിണ്ടാതിരിക്കുന്നതാണോ കൂടുതൽ നല്ലത്? കാരണം സംസാരിക്കുന്നതിൽ മാത്രമല്ല, ശരിയായ സമയത്ത് നിശബ്ദത പാലിക്കുന്നതിലും ബുദ്ധിയുണ്ട്. തന്ത്രം 6. എവിടെ സംസാരിക്കണമെന്നും എവിടെ മിണ്ടാതിരിക്കണമെന്നും മനസ്സിലാക്കുക. സംസാരത്തിൽ വാക്കുകൾ മാത്രമല്ല ഉപയോഗിക്കുന്നത്, വിവേകം കൂടിയാണ്. എവിടെ സംസാരിക്കണം, എവിടെ മിണ്ടാതിരിക്കണമെന്ന് അറിയുക എന്നതാണ് വിവേകത്തിന്റെ ഏറ്റവും വലിയ അടയാളം. ശരിയായ സമയത്ത് സംസാരിക്കുന്നത് നിങ്ങൾക്ക് പുതിയ വഴികൾ തുറന്നുതരും. ആളുകൾ നിങ്ങളുടെ വാക്കുകളിൽ ആകൃഷ്ടരായേക്കാം. നിങ്ങൾക്ക് മികച്ച അവസരങ്ങൾ ലഭിച്ചേക്കാം. നിങ്ങളുടെ ജീവിതം തന്നെ മാറിയേക്കാം. എന്നാൽ സംസാരിക്കേണ്ട സമയത്ത് നിങ്ങൾ മിണ്ടാതിരുന്നാൽ ആ നിശബ്ദത നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനതയായി മാറും. അതിനാൽ ആദ്യം സാഹചര്യവും മുന്നിലുള്ള വ്യക്തിയെയും മനസ്സിലാക്കുക. ഒരു സംഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പ് കുറച്ചുനേരം ചിന്തിക്കുക, ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ആദ്യം ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ നല്ല ധാരണ ഉണ്ടായിരിക്കണം. യാതൊരു തയ്യാറെടുപ്പും അറിവുമില്ലാതെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് വെറുമൊരു ശബ്ദമായി മാറും.
എന്നാൽ കേൾക്കുന്നയാളുടെ താൽപര്യം മനസ്സിലാക്കി നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ ഫലവത്താകും. ഇവിടെ ചാണക്യനീതിയുടെ ഒരു പ്രധാന സൂത്രവാക്യം ഓർക്കുക: സമയത്തിനും സ്ഥലത്തിനും വ്യക്തിക്കും അനുയോജ്യമാകുമ്പോൾ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. അതായത്, സമയത്തിനും വ്യക്തിക്കും അനുയോജ്യമാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ വാക്കുകൾ പ്രയോജനമുള്ളതായി കണക്കാക്കൂ. കേൾക്കുന്നയാളുടെ താൽപര്യം എന്താണെന്ന് എങ്ങനെ അറിയും എന്നതാണ് ചോദ്യം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഇതിനുള്ള ഉത്തരം വളരെ എളുപ്പമാണ്. സാമൂഹിക മാധ്യമങ്ങളിൽ അല്പം ശ്രദ്ധിക്കുക. അയാൾ എന്ത് പിന്തുടരുന്നു, എന്തിഷ്ടപ്പെടുന്നു, ഏത് വിഷയത്തിലാണ് കൂടുതൽ പ്രതികരിക്കുന്നത്, ഏത് നേതാവുമായോ പ്രശസ്ത വ്യക്തിയുമായോ ആണ് അയാൾക്ക് ബന്ധമുള്ളത്, ഏത് കമ്പനികളിലോ ബ്രാൻഡുകളിലോ ആണ് അയാൾക്ക് താൽപര്യം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ബന്ധപ്പെട്ട വിഷയമെടുത്തിടുമ്പോൾ അയാൾ പെട്ടെന്ന് നിങ്ങളുമായി ആശയവിനിമയം നടത്താൻ തുടങ്ങും. ഇയാൾ എന്റെ കാര്യങ്ങൾ തന്നെയാണല്ലോ പറയുന്നത് എന്ന് കേൾക്കുന്നയാൾ ചിന്തിക്കുന്ന നിമിഷമാണത്. അവിടെ നിന്നാണ് സംഭാഷണത്തിന്റെ ശക്തമായ ഒരു പാലം നിർമ്മിക്കപ്പെടുന്നത്. സംസാരിക്കുന്ന കാര്യത്തിൽ തനിക്ക് താൽപ്പര്യമുള്ള വിഷയമുണ്ടെന്ന് മുന്നിലുള്ള വ്യക്തിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അയാൾ നിങ്ങളെ ശ്രദ്ധയോടെ കേൾക്കും. എന്റെ എല്ലാ വീഡിയോകളുടെയും തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ ചിന്തകൾക്കും ജീവിതത്തിനും ഗുണം ചെയ്യുന്ന എന്തെങ്കിലും ഇതിലുണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിക്കാറുണ്ട്. അതുപോലെ നിങ്ങളും ഈ തന്ത്രം പഠിക്കണം. വെറുതെ സംസാരിക്കുകയല്ല വേണ്ടത്, മറിച്ച് കേൾക്കുന്നയാൾ നിർത്താനും ചിന്തിക്കാനും നിങ്ങളുമായി ബന്ധപ്പെടാനും കഴിയുന്ന രീതിയിൽ സംസാരിക്കുക. തന്ത്രം 7: ഇല്ല എന്ന് പറയാൻ പഠിക്കുക. എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത് വലിയൊരു തെറ്റാണ്. നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം സംസാരിക്കണമെങ്കിൽ എല്ലാവരെയും പ്രീതിപ്പെടുത്തുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലെന്നും അത് സാധ്യവുമല്ലെന്നും ആദ്യം മനസ്സിലാക്കുക. ഓരോ തവണയും നിങ്ങൾ അതെ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മൂല്യം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പലരും ഇല്ല എന്ന് പറയാൻ ഭയപ്പെടുന്നു. കാരണം മറ്റൊരാൾക്ക് മോശം തോന്നുമോ, ദേഷ്യപ്പെടുമോ, അല്ലെങ്കിൽ ബന്ധങ്ങൾ തകരുമോ എന്നവർ ചിന്തിക്കുന്നു. എന്നാൽ എപ്പോഴും എല്ലാവരോടും സമ്മതം മൂളുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും തനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് സത്യം. എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നവൻ അവസാനം സ്വയം നഷ്ടപ്പെടുത്തുന്നു എന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തിജീവിതത്തിലും ഈ കാര്യം ബാധകമാണ്. ഇല്ല എന്ന് പറയുന്നതും ഒരു കലയാണെന്നും അത്യാവശ്യമായ ഒരു തന്ത്രമാണെന്നും നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ സമയത്തും എല്ലാവർക്കുമായി നിങ്ങൾ ലഭ്യമാകേണ്ടതില്ല. നിങ്ങൾ എപ്പോഴും എല്ലാവർക്കും വേണ്ടി തയ്യാറായി നിന്നാൽ ആളുകൾ നിങ്ങളെ വിലകുറച്ച് കാണാൻ തുടങ്ങും. നിങ്ങൾക്ക് സ്വന്തമായി മുൻഗണനകളൊന്നുമില്ലെന്നവർ കരുതും. അവിടെ നിന്നാണ് നിങ്ങളുടെ മൂല്യം കുറയുന്നത്. എന്തിനെക്കുറിച്ചെങ്കിലും വിസമ്മതിക്കണമെങ്കിൽ അത് വ്യക്തവും നേരായതുമായ വാക്കുകളിൽ പറയുക. വളച്ചൊടിച്ച് സംസാരിക്കരുത്. എനിക്കെന്റെ സ്വന്തം ജോലികളുള്ളതുകൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നതിലൂടെ നിങ്ങളുടെ ബഹുമാനം കുറയുകയോ ബന്ധങ്ങൾ തകരുകയോ ചെയ്യുന്നില്ല. മറിച്ച് സ്വന്തം പരിമിതികൾ അറിയുന്ന, തന്നോട് തന്നെ സത്യസന്ധത പുലർത്തുന്ന ഒരാളായി ആളുകൾ നിങ്ങളെ മനസ്സിലാക്കുന്നു. സ്വന്തമായി യാതൊരു ലക്ഷ്യവുമില്ലാത്തവനാണ് എല്ലാവർക്കും നല്ലവനായി മാറുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. എല്ലാവരുടെയും പിന്നാലെ ഓടുന്നവൻ ഒടുവിൽ തളർന്നുപോകും, ഒരിടത്തുമെത്തില്ല. എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. അതിനാൽ ഓർക്കുക, നിങ്ങൾ പറയുന്ന ഓരോ ഇല്ലയും നിങ്ങളുടെ ആത്മാഭിമാനത്തെ ശക്തിപ്പെടുത്തുന്നു. നിങ്ങളുടെ സമയം, ഊർജം, ലക്ഷ്യം എന്നിവയെക്കുറിച്ച് നിങ്ങൾ ബോധവാനാണെന്ന് ഇത് കാണിക്കുന്നു. ബുദ്ധിപൂർവവും എന്നാൽ സത്യസന്ധമായും ഇല്ല എന്ന് പറയാൻ നിങ്ങൾ പഠിക്കുമ്പോൾ ആളുകൾ നിങ്ങളെ ശക്തനായ ഒരു വ്യക്തിയായി കാണാൻ തുടങ്ങും. അത്തരം വ്യക്തിയെയാണ് ആളുകൾ ഗൗരവമായി എടുക്കുന്നത്. തന്ത്രം 8: കുറച്ച് സംസാരിക്കുക, പക്ഷേ മനസ്സിൽ പതിയുന്ന രീതിയിൽ സംസാരിക്കുക. ബുദ്ധിപൂർവ്വം സംസാരിക്കുക എന്നത് എപ്പോഴും കൂടുതൽ സംസാരിക്കുന്നതല്ല. ചുരുങ്ങിയ വാക്കുകളിൽ വലുതും ഫലപ്രദവുമായ കാര്യങ്ങൾ പറയാൻ കഴിയുന്നതിലാണ് യഥാർത്ഥ വിവേകം അടങ്ങിയിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് പലരും കരുതുന്നത് കൂടുതൽ സംസാരിച്ചാൽ കൂടുതൽ മിടുക്കനോ ബുദ്ധിമാനോ ആയി തോന്നും എന്നാണ്. എന്നാൽ കൂടുതൽ സംസാരിക്കുന്നത് പലപ്പോഴും ആളുകളെ ബോറടിപ്പിക്കും എന്നതാണ് സത്യം. നിങ്ങളുടെ വാക്കുകളുടെ സ്വാധീനം കുറയുകയും പലപ്പോഴും നിങ്ങളുടെ തന്നെ വാക്കുകളിൽ നിങ്ങൾ കുടുങ്ങിപ്പോകുകയും ചെയ്യുന്നു. ഒരു വിഡ്ഢിയുടെ ലക്ഷണം അവൻ എന്ത് സംസാരിക്കുന്നു എന്നതിലല്ല, മറിച്ച് അവൻ എപ്പോൾ നിശബ്ദനായിരിക്കുന്നു എന്നതിലാണ് എന്ന് ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. അതായത്, നിശബ്ദത പാലിക്കാനുള്ള സമയവും സംസാരിക്കാനുള്ള ശരിയായ അവസരവും മനസ്സിലാക്കുക എന്നതാണ് വിവേകം. നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ആ വിഷയം 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്നതാണെങ്കിൽ അതിന് 15 മിനിറ്റ് എടുത്താൽ നിങ്ങൾ കേൾക്കുന്നയാളുടെ ശ്രദ്ധയും നിങ്ങളുടെ സൽപ്പേരും നഷ്ടപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കുക. സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. വാക്കുകളുടെ മൂല്യമറിയുന്നവൻ ഓരോ വാക്യവും ഒരു അമ്പ് പോലെ ഉപയോഗിക്കുന്നു. നീണ്ട സംഭാഷണങ്ങൾ നടത്തുമ്പോൾ ആളുകൾ നിങ്ങളെ ഗൗരവമായി എടുക്കില്ല. എന്നാൽ ചുരുങ്ങിയ വാക്കുകളിൽ ആഴത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കുന്നയാളുടെ ഹൃദയത്തെ സ്പർശിക്കുകയും മനസ്സിൽ പതിയുകയും ചെയ്യുന്നു. കേൾക്കുന്നയാൾ ഒരിക്കലും മറക്കാത്ത എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ വാക്കുകളുടെ സ്വാധീനം എത്രത്തോളം വലുതായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ വാക്കുകളിലൂടെയാണ് നിങ്ങളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത്. അതിനാൽ വാക്കുകൾക്ക് ആഴമുണ്ടായിരിക്കണം, അല്ലാതെ നീളമല്ല. ഓർക്കുക, കുറച്ച് സംസാരിക്കുക, എന്നാൽ കേൾക്കുന്നയാൾ ശ്രദ്ധിച്ചു നിൽക്കുന്ന രീതിയിൽ സംസാരിക്കുക. നിങ്ങളുടെ വാക്കുകൾ കുറവായിരിക്കാം, പക്ഷേ അവയുടെ സ്വാധീനം ആളുകൾ വീണ്ടും വീണ്ടും ഓർക്കുന്ന തരത്തിലായിരിക്കണം.
തന്ത്രം 9. കേൾക്കാൻ പഠിക്കുക. കാരണം ഏറ്റവും കുറച്ച് സംസാരിക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. ആളുകൾ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം മറ്റുള്ളവരെ ശ്രദ്ധയോടെ കേൾക്കാൻ നിങ്ങൾ പഠിക്കണം. ഇത് വളരെ ലളിതമാണെന്ന് തോന്നാമെങ്കിലും ഇതാണ് ഏറ്റവും വലിയ തന്ത്രം. ഇന്നത്തെ ലോകത്ത് എല്ലാവർക്കും സംസാരിക്കണം, എന്നാൽ കേൾക്കാൻ തയ്യാറുള്ളവർ വളരെ കുറവാണ്. അവിടെയാണ് വിവേകമുള്ള ആളുകൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുന്നത്. കേൾക്കുന്നവൻ പഠിക്കുന്നുവെന്നും പഠിക്കുന്നവൻ സമയമാകുമ്പോൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നും ചാണക്യനീതി പറയുന്നു. കേൾക്കുക എന്നാൽ വാക്കുകൾ ഗ്രഹിക്കുക എന്നു മാത്രമല്ല, മറ്റൊരാളുടെ വികാരങ്ങളും ചിന്തകളും ഉദ്ദേശ്യങ്ങളും മനസ്സിലാക്കുക എന്നതുകൂടിയാണ്. നിങ്ങൾ ഒരു വ്യക്തിയുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ നിങ്ങൾക്കവനെ നന്നായി മനസ്സിലാക്കാൻ കഴിയും. അവന്റെ ആവശ്യമെന്താണ്, അവൻ എന്താണ് ചിന്തിക്കുന്നത്, എന്ത് കാര്യങ്ങളാണ് അവനെ സ്വാധീനിക്കുന്നത്. നിങ്ങൾ കേൾക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾ വായിച്ചെടുക്കുന്നു. ഇത് സാധ്യമായാൽ ഒരാളെ ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങളുടെ വാക്ക് കേൾപ്പിക്കാനോ വളരെ എളുപ്പമായിരിക്കും. സംഭാഷണത്തിൽ സ്വാധീനം ചെലുത്താൻ വെറും വാക്കുകൾ പോരാ, വിവേകം വേണം. മറ്റുള്ളവരെ കേൾക്കുന്നതിലൂടെയാണ് ആ വിവേകം ലഭിക്കുന്നത്. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നതിന് മുമ്പ് അല്പനേരം നിശബ്ദനായിരിക്കുക. കേൾക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് സംസാരിക്കുക. ഈ നിശബ്ദത നിങ്ങളുടെ ഏറ്റവും മികച്ച തന്ത്രമായി മാറും. ശരിയായ സമയത്ത് ശരിയായ മാനസികാവസ്ഥയിൽ ശരിയായ വ്യക്തിയോട് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഫലവത്താകൂ എന്നോർക്കുക. കേൾക്കാൻ പഠിക്കുമ്പോൾ മാത്രമേ ഇത് സംഭവിക്കൂ. അതിനാൽ ബുദ്ധിപൂർവ്വം സംസാരിക്കണമെങ്കിൽ ആദ്യം ബുദ്ധിപൂർവ്വം കേൾക്കാൻ അറിയണം. തന്ത്രം 10. ശരീരഭാഷ വായിക്കാൻ പഠിക്കുക. അവിടെ നിന്നാണ് യഥാർത്ഥ വിവേകം തുടങ്ങുന്നത്. ശബ്ദമില്ലാതെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? ശബ്ദം കേൾക്കുന്നില്ലെങ്കിലും അഭിനേതാക്കളുടെ മുഖം കണ്ട് രംഗത്തിൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. സങ്കടം, ദേഷ്യം, പ്രണയം അല്ലെങ്കിൽ ഭയം. മനുഷ്യന്റെ ശരീരഭാഷയും മുഖഭാവങ്ങളും ഒരു വാക്കുപോലും ഉരിയാടാതെ പലതും വിളിച്ചു പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതേ തന്ത്രം തന്നെ നിങ്ങളുടെ ദൈനംദിന ആശയവിനിമയത്തിലും ഉപയോഗിക്കണം. മേലധികാരിയുടെ മുന്നിലായാലും ഇടപാടുകാരനുമായാലും അല്ലെങ്കിൽ സൗഹൃദങ്ങളിലും ബന്ധങ്ങളിലായാലും നിങ്ങളുടെ വാക്കുകൾക്ക് സ്വാധീനമുണ്ടാകണമെങ്കിൽ സംസാരിക്കാൻ അറിഞ്ഞാൽ മാത്രം പോരാ, മറ്റൊരാളെ ശ്രദ്ധയോടെ നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും കൂടി കഴിയണം. സംസാരിക്കുമ്പോൾ മുന്നിലുള്ള വ്യക്തി എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. അയാളുടെ കണ്ണുകൾ എന്താണ് പറയുന്നത്? നിങ്ങൾ പറയുന്നതിൽ അയാൾക്ക് താൽപ്പര്യമുണ്ടോ അതോ വെറുതെ കേൾക്കുന്നതായി നടിക്കുകയാണോ? അയാൾ പുഞ്ചിരിക്കുകയാണോ അതോ വിരസത അനുഭവിക്കുകയാണോ? കേൾക്കുന്നയാൾക്ക് നിങ്ങളുടെ വാക്കുകളിൽ യഥാർത്ഥത്തിൽ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സംഭാഷണം മുന്നോട്ടു കൊണ്ടുപോകണം. എന്നാൽ അയാൾക്ക് താൽപ്പര്യമില്ലെന്ന് തോന്നുകയോ ഇടയ്ക്കിടെ സമയത്തിലേക്ക് നോക്കുകയോ ശ്രദ്ധ തിരിക്കുകയോ ചെയ്താൽ വിഷയം മാറ്റാനുള്ള സമയമായി എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിച്ച് അയാളെ വീണ്ടും സംഭാഷണത്തിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ അയാൾക്ക് താൽപ്പര്യമുള്ള ഒരു വിഷയത്തിലേക്ക് മാറാം. ചാണക്യനീതി പഠിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. സാഹചര്യത്തിനും വ്യക്തിക്കുമനുസരിച്ച് സംസാരിക്കുന്ന രീതി മാറ്റുന്നവനാണ് ബുദ്ധിമാൻ. മുന്നിലുള്ളയാൾ എന്താണ് ചിന്തിക്കുന്നതെന്നും അനുഭവിക്കുന്നതെന്നും അറിയുന്നത് ഒരു കുറ്റാന്വേഷണത്തിൽ കുറഞ്ഞ കാര്യമല്ല. ഈ കല പഠിക്കുന്നവന് ആളുകളുടെ ഹൃദയം കീഴടക്കാൻ വളരെ എളുപ്പമാണ്. അതിനാൽ ഓർക്കുക, സംസാരിക്കുന്നവൻ മാത്രമല്ല, മറ്റുള്ളവരെ വായിക്കാൻ അറിയുന്നവൻ കൂടിയാകുക. മുഖങ്ങൾ, ഭാവങ്ങൾ, കണ്ണുകളുടെ ഭാഷ എന്നിവ വായിക്കാൻ പഠിക്കുക. കാരണം ബുദ്ധിപൂർവ്വം സംസാരിക്കുക എന്നത് കേവലം വാക്കുകളുടെ കളിയല്ല, ഇതൊരു പ്രകടനമാണ്. ഇവിടെ ഓരോ ചെറിയ കാര്യത്തിനും പ്രാധാന്യമുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ബുദ്ധിപൂർവ്വം സംസാരിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ശരിയായ രീതിയും ശരിയായ കാഴ്ചപ്പാടും മാത്രമേ ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് ഈ ആശയങ്ങൾ ഇഷ്ടപ്പെടുകയും നിങ്ങളുടെ സംഭാഷണത്തിൽ ഈ കല ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. കൂടാതെ അറിവ് പകരുന്ന ഇത്തരം കൂടുതൽ വീഡിയോകൾ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കാരണം ഞങ്ങൾ എല്ലാ ദിവസവും ചാണക്യനീതിയിൽ നിന്നുള്ള പാഠങ്ങളും ജീവിതം മാറ്റിമറിക്കുന്ന ആശയങ്ങളുമായി നിങ്ങൾക്കായി എത്തുന്നു. അപ്പോൾ ശരി, നമുക്ക് ഒരുമിച്ച് ആശയവിനിമയ കലയിൽ പ്രാവീണ്യം നേടുകയും നമ്മുടെ ജീവിതം കൂടുതൽ മികച്ചതാക്കുകയും ചെയ്യാം. കണ്ടുകൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക, വളർന്നുകൊണ്ടിരിക്കുക.